ഹലോ ഗൈസ്, ഇത് എൻ്റെ ഓർമ്മയിലുള്ള ഒരു പലഹാരമാണ്. ഇപ്പോഴും ഇടയ്ക്ക് എനിക്ക് കൊതി വരുന്ന സമയത്ത് ഞാൻ ഈ ഒരു പലഹാരം ഉണ്ടാക്കാറുണ്ട്. ഇതിന് മുന്നേയും ഈ ഒരു പലഹാരത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എൻ്റെ അമ്മച്ചി ഒരു ജോലിക്ക് പോകുന്ന വ്യക്തിയായിരുന്നു. വൈകിട്ട് 6 മണി 6:30 വരെയൊക്കെ ആവും ജോലി. സൺഡേ മാത്രമേ ഒഴിവുള്ളൂ. എൻ്റെ ഓർമ്മയിൽ തിങ്കൾ ടു ശനി വരെ ഞങ്ങൾക്ക് വൈകിട്ട് 4 മണി പലഹാരം എന്ന് പറയുന്നത് വളരെ കുറവാണ്. പിന്നെ അമ്മച്ചിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മുടക്ക് ഉണ്ടാകുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കത്തുള്ളൂ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ അമ്മച്ചിയുടെ ജോലി സ്ഥലത്തു നിന്നും കിട്ടുന്ന പലഹാരത്തിൽ നിന്നൊക്കെ ഇടയ്ക്ക് ആ ഒരു കൊണ്ടുപോകുന്ന ആ ചോരും പാത്രത്തിൽ വെച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ അതൊന്നല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ കഴിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അമ്മ ഒരു സഞ്ചിയും തൂക്കിയിട്ടാവും വരുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു സഞ്ചിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കും. അതൊക്കെ ഇപ്പോൾ ശരിക്കും ഒരു ഓർമ്മയാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പലഹാരം തന്നെ വേണമെന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നില്ല കേട്ടോ അന്ന്. പിന്നെ അത്രയും വിശപ്പ് കേട്ടിട്ടാവും സ്കൂളിൽ നിന്നും വരുന്നുണ്ടാവുക. അപ്പോൾ എന്താ ആദ്യം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ അടുക്കളയിലേക്ക് പോകും, ചോറുണ്ടോയെന്ന് നോക്കും, അതുപോലെ തന്നെ കൂട്ടാനുണ്ടോയെന്ന് നോക്കും. എന്നിട്ട് എന്താ ചെയ്യുക, നമ്മൾ കൈമുഖം എല്ലാം കഴുകി വൃത്തിയാക്കി നേരെ വന്ന് ചോറ് ഇരുന്ന് കഴിക്കും. എന്നിട്ട് കുറച്ച് നേരം നമ്മൾ TV ഒക്കെ ഇരുന്ന് കാണും. പിന്നെ പുറത്തിറങ്ങി നടക്കും. അങ്ങനെ ആ വയറിൻ്റെ ആ വിശപ്പൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ ഒരു 6-6:30 ആകുമ്പോഴേക്കും അമ്മ സഞ്ചിയൊക്കെ ആയിട്ട് വരും. പിന്നെ അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഇടയ്ക്കൊന്ന് പെറുക്കിയെടുത്ത് തിന്നും. അതൊക്കെ ശരിക്കും ഒരു രസമുള്ള കാലഘട്ടമായിരുന്നു കേട്ടോ. ഓർക്കാൻ രസമുള്ള കുറച്ച് കാലഘട്ടങ്ങൾ. അങ്ങനെ സൺഡേകളിലാണ് കൂടുതലും അമ്മ എന്തെങ്കിലുമൊക്കെ പലഹാരം ഉണ്ടാക്കുക. ആ പലഹാരത്തിൻ്റെ കൂട്ടത്തിൽ ഒരു പലഹാരമാണ് ഈ ഒരു പലഹാരം. ഇത് ഒരുവിധം എല്ലാ സാധാരണ വീടുകളിലും ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. വറുത്ത അരിപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി വീട്ടിലുണ്ടെങ്കിൽ മിക്കപ്പോഴും ഈ ഒരു പലഹാരം ഉണ്ടാവും. അതുപോലെ തന്നെ ഓശാന ഞായറാഴ്ചകളിലും ഈ ഒരു പലഹാരം നമ്മുടെ കൊഴുക്കട്ടയുടെ കൂടെ ഉണ്ടാക്കും. അപ്പോൾ ഏകദേശം എല്ലാവർക്കും കത്തിയിട്ടുണ്ടാവുമല്ലോ എന്താണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പലഹാരമാണ് പീച്ചമ്പൊടി. ഇത് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതിന് പീച്ചമ്പൊടി എന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു കമൻറ്റ് ചെയ്യാൻ പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു സ്മൈലെങ്കിലും അയക്കൂ പ്ലീസ്. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫുഡുകളൊക്കെ ഉണ്ടാക്കി ഇടയ്ക്കൊക്കെ പരീക്ഷിച്ച് വിജയിക്കുന്നതും നമ്മളുടെ ഫ്ലോപ്പായി പോയിട്ടുള്ള വീഡിയോസ് ഇടുന്നതും അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ഇടുമ്പോൾ നിങ്ങൾക്കും അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ ഗുണകരമായിട്ടുള്ളതുണ്ടാവും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്നും ഫ്ലോപ്പായി പോയിട്ടുള്ള കുക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഞാനിടുമ്പോൾ അത് നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഞാൻ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എനിക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്ക് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കതൊക്കെ ഒന്ന് തിരുത്തി വീണ്ടും ഒരു റീമേക്കിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് സക്സസ് ആയിട്ടുള്ള വീഡിയോസും ഇടുമ്പോൾ ഒരു സന്തോഷമല്ലേ. എന്തായാലും എൻ്റെ പീച്ചാമ്പൊടി ഇവിടെ റെഡി ആയിട്ട് ഞാൻ ശർക്കര പാനിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പണ്ടത്തെ ഓർമ്മകളിലൂടെയൊക്കെ കടന്നിട്ട് നമ്മളുടെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.